ആർഡിഎക്സ് തുടരുന്നു. കൂടെ നടന്ന കൂട്ടുകാരാണ് നിസ്സാര തർക്കത്തിന്റെ പേരിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു കൗമാരക്കാരൻ്റെ ജീവനെടുത്തത്. പരസ്പരം തമ്മിൽ തല്ലുകയും പോർവിളിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ തീരാവേദനയായി വന്നു. ലഹരി മാഫിയകളുടെ വലയത്തിൽപ്പെട്ട് രാസലഹരിയുടെ ഉന്മാദത്തിൽപ്പെട്ടു പോകുന്നത് നമ്മുടെ യുവതലമുറയാണ് എന്നതും ഒരാൾക്കും ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഒരു ഗതികേട് ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടരുത് എന്ന് അന്നേ കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞിരുന്നു. മാർഗം കാണിക്കേണ്ടതും മാറ്റങ്ങൾ വരുത്തേണ്ടതും തുടക്കത്തിൽ തന്നെ ആകണം. അത് ഉൾക്കൊണ്ട് രാജ്യത്തിന് മാതൃകയായ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. രാജ്യത്ത് മറ്റെവിടെയും കാണാനാകാത്ത പൊതുവിദ്യാഭ്യാസ സംവിധാനം കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. രാജ്യത്ത് മറ്റെവിടെയും കാണാനാകാത്ത പ്രവേശനോത്സവവും കേരളത്തിന് മാത്രം അവകാശപ്പെട്ടത്. ആ പാതയിലേക്കാണ് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്കുള്ള കേരള മോഡൽ വിദ്യാഭ്യാസ പരിഷ്കരണം. ആർഡിഎക്സ് റാപ്പ് കാണാം ആദ്യം. ഭൗതിക സാഹചര്യത്തിലും ആന്തരിക നിലവാരത്തിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഒന്നാമതാണ്. ആരോഗ്യരംഗത്തെ പോലെ രാജ്യം തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണത്. പാഠപുസ്തകാടിസ്ഥാനത്തിൽ മാത്രം നിർമ്മിക്കപ്പെടുന്ന വ്യക്തിത്വമല്ല കേരളത്തിലെ വിദ്യാർത്ഥികളുടേത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയും കായിക മേഖലയിലെ കുതിപ്പുമെല്ലാം കേരളം കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയതും ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മാറിയ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട ഒരുപിടി കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലുണ്ടെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർണായകമായ ഇടപെടൽ നടത്തിയത്. ലോകം ഡിജിറ്റലായതോടെ ലഭ്യമായ അറിവുകളുടെ ആഴം അനന്തമാണ്. അതേപോലെ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ എണ്ണവും. ഒപ്പം സമൂഹത്തിൽ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരിയുടെ നീരാളിക്കൈയും. ഈ വിപത്തുകൾക്കെതിരായ ജാഗ്രതയാണ് ആദ്യ 2 ആഴ്ചയിൽ പാഠപുസ്തകം ഒഴിവാക്കിയുള്ള ബോധവൽക്കരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആവിഷ്കരണം. ആർഡിഎക്സ് റാപ്പ് ന്യൂസ് മലയാളം. നമുക്കൊന്നുകൂടെ വിശദമായിട്ട് പരിശോധിക്കാം പ്രവേശനോത്സവത്തിൻ്റെ കേരള മോഡൽ എന്താണെന്ന്. ആദ്യ 2 ആഴ്ചകളിൽ നമ്മൾ കേട്ടു. ആദ്യ 2 ആഴ്ച സ്കൂളുകളിൽ പുസ്തകങ്ങൾ കൊണ്ടുവരേണ്ട, പുസ്തക പഠനം ഉണ്ടാകില്ല എന്ന് കുട്ടികളോടും രക്ഷിതാക്കളോടും പറഞ്ഞിട്ടുണ്ട്. പകരം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നല്ല നടപ്പിനുള്ള പാഠങ്ങൾ പറഞ്ഞു നൽകുകയാണ് ഈ 2 ആഴ്ച സ്കൂളുകളിൽ നടക്കുക. ബോധവൽക്കരണത്തിന് പൊതുമാർഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ലഹരി ഉപയോഗം, പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള കാര്യങ്ങളിലാണ് ബോധവൽക്കരണം ഈ പുസ്തകങ്ങളിലും മറ്റും ഉണ്ടാവുക, ക്ലാസ്സുകളിൽ നടക്കുക. ഓരോ കുട്ടിയുടെയും ശക്തിയും പരിമിതിയും തിരിച്ചറിഞ്ഞുള്ള വിദ്യാഭ്യാസ രീതിയാണ് സ്കൂളുകളിൽ ഈ ആഴ്ചകളിൽ ഉണ്ടാവുക. കുട്ടികളിലേക്ക് ആഴ്ന്നിറങ്ങിയ ലഹരി അക്രമവാസനകളോടുള്ള ഈ ലഹരിയോടും അക്രമവാസനകളോടുള്ള ചെറുത്തുനിൽപ്പാണ് സ്കൂളുകളിൽ അത് നടക്കുക. മാറിയ കാലഘട്ടത്തിലെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ശേഷിയൊരുക്കലാണ് സ്കൂളുകളിൽ പ്രധാനമായും വേണ്ടത് എന്നാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വിചാരിക്കുന്നത്. കുട്ടിയുടെ പഠനനില വിലയിരുത്തി വേണ്ട പിന്തുണ നൽകുക എന്നതാണ് ബോധവൽക്കരണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ലഹരി ഉപയോഗം, വാഹന ഉപയോഗം, അക്രമവാസന, പരിസര ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പാഠങ്ങൾ പകർന്നു നൽകും. വൈകാരിക നിയന്ത്രണം, ആരോഗ്യ പരിപാലനം, നിയമം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ 2 ആഴ്ച പ്രത്യേകമായിട്ട് തന്നെയും നൽകും. ഡിജിറ്റൽ അമിതാസക്തി, സാമൂഹ്യ മാധ്യമ ഉപയോഗം എന്ന ഇക്കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ വിഷയങ്ങളിൽ കൂടെ ബോധവൽക്കരണം ഉണ്ടാകും. അതായത് ഇത് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ അതിന് നല്ല ബോധവൽക്കരണ ശ്രമങ്ങളാണ് നടത്താൻ പോകുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം ബോധവൽക്കരണ ശ്രമങ്ങൾ ഉണ്ടാകും. ഈ പാഠങ്ങൾ പകർന്നു നൽകും. ജൂലൈ 18 മുതൽ ഒരാഴ്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ട്. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് അധ്യാപകർക്കായി ശില്പശാല പ്രത്യേകമായി നടത്തും. അധ്യാപകരെ പരിശീലിപ്പിച്ചത് പോലീസും എക്സൈസും ബാലാവകാശ കമ്മീഷനുമാണ് എന്ന് നമ്മൾ കാണുന്നു. ആത്മഹത്യാ പ്രവണത തടയാൻ 1680 സ്കൂളുകളിലെ സൗഹൃദ ക്ലബ്ബുകൾ ഊർജിതമാക്കുമെന്ന് വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷാ പേടിക്കെതിരെയും സ്കൂളുകളിൽ ബോധവൽക്കരണം ഉണ്ടാകും എന്നാണ് നമ്മൾ അറിയുന്നത്. 2 ആഴ്ചയിൽ ഒതുങ്ങുന്ന കേവലം പേരിന് വേണ്ടിയുള്ള ചടങ്ങല്ല ബോധവൽക്കരണം എന്നാണ് സർക്കാർ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഒരു അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ആസൂത്രണം ഉണ്ടാവുക എന്ന് നമ്മൾ അറിയുന്നു. ജൂൺ 10-നകം എല്ലാ സ്കൂളുകളും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ സാമൂഹിക മാനസിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകും എന്നതാണ്. അപ്പോൾ ഇതൊരു പേരിന് വേണ്ടി നടത്തുന്നതല്ല സംസ്ഥാന സർക്കാർ എന്നതാണ്. ഇതിപ്പോൾ ആർഡിഎക്സ് ഈ വിഷയം ഒന്ന് എടുത്തു പോകണം എന്ന് തീരുമാനിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, മുൻകാലങ്ങളിലില്ലാത്ത വിധം ഈ കുട്ടികൾക്കകത്ത് പ്രത്യേകിച്ചും കൗമാരപ്രായക്കാർക്കിടയിലൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ലും 12ലും +1ലും +2ലും ചേരുന്ന കുട്ടികളിലൊക്കെ വലിയ അക്രമവാസനയും ലഹരി ഉപയോഗത്തിൻ്റെ ആധിക്യവുമൊക്കെ കൂടുന്നത് കൊണ്ടുകൂടെയാണ്. അതുകൊണ്ട് ഈ സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് വെച്ചാൽ ജനിച്ച് വീടുകൾക്കകത്ത് മാത്രം ജീവിച്ച് ശീലിച്ച കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളാണ് ഈ 1ാം ക്ലാസ്സിലേക്കുള്ള പഠനത്തിൻ്റെ ഒക്കെ ദിവസങ്ങൾ. അപ്പോൾ ഒരു വലിയ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠന സ്കൂളും കലാലയങ്ങളിലുമൊക്കെ ആയിട്ടൊരു പഠന സാമൂഹ്യ
ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഈ നിലക്കുള്ള ഒരു 2 ആഴ്ച പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്ന കാര്യങ്ങളിലേക്ക് വരുന്നു എന്നതൊരു പോസിറ്റീവായിട്ടും പ്രത്യേകമായിട്ട് നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യവുമാണ് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് RDX അക്കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. വീടുകൾക്കകത്തും കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കുഞ്ഞ് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ആ കുട്ടി വീട്ടിനകത്ത് സ്വന്തം അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനാൽ തന്നെയും വല്ലാത്ത തോതിൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നത്. കേരളത്തെ ആകെപ്പാടെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് വീടുകൾക്കകത്ത് തന്നെയും കുട്ടികൾ ഈ സ്കൂളുകളിലേക്ക് പൊതു സാഹചര്യത്തിലേക്ക് ഇറങ്ങുന്ന കാലത്ത് ബുദ്ധിമുട്ടിന് ഇരയാക്കപ്പെടുന്നുണ്ട് പല ഇടങ്ങളിലും എന്നത് നമ്മൾ ഞെട്ടലോടെയാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അത്തരം വിഷയങ്ങളിൽ അതുപോലെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ അതിനത് പരിഹാര മാർഗങ്ങളിലേക്ക് പോകണം എന്നതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് നിശ്ചയമായിട്ടും ഈ കാലഘട്ടത്തെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒപ്പം ഈ അധ്യാപകരും മറ്റ് സംവിധാനങ്ങളും, സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംവിധാനങ്ങളും ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നത് തടയണം, അക്രമവാസനയിലേക്ക് പോകുന്നത് തടയണം, ഡിജിറ്റൽ ആസക്തികളിലേക്ക് പോകുന്നത് തടയണം. ഒപ്പം അവർ ഉപദ്രവിക്കപ്പെടുന്നു എന്നത് എങ്ങനെയാണ്, എവിടങ്ങളിലാണ് പറയേണ്ടത്, തുറന്നു പറയേണ്ടത് എന്ന കാര്യം കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ, അതിപ്പോൾ സ്കൂൾ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും മറ്റു പൊതുസ്ഥലങ്ങളിലാണെങ്കിലും കുഞ്ഞുങ്ങൾ അവരർഹിക്കുന്നതല്ലാത്ത അതിക്രമത്തിന് ഇരയാകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയും വന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അതിനുകൂടിയുള്ള ബോധവൽക്കരണം വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് RDXന് തോന്നുന്നത്. ചിരിച്ചും കളിച്ചും ഇണങ്ങിയും ഇടയ്ക്ക് ലേശം കരഞ്ഞുമെല്ലാം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അക്ഷരമുറ്റങ്ങളിൽ പിച്ചവെച്ച് തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ച പാഠപുസ്തക പഠനം ഒഴിവാക്കി ഇത്തരമൊരു ബോധന സമ്പ്രദായത്തിന് തുടക്കമിട്ട സർക്കാരിൻ്റെ തീരുമാനം അഭിനന്ദനീയമാണ്. കടമ്മനിട്ട കവിതയിലെ 2 വരി ഇങ്ങനെയാണ്, ഓർക്കട്ടെ അത്: കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം, അതാണ് ശോഭനം. കുഞ്ഞുങ്ങളുടെ ഉൾക്കണ്ണ് തെളിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്തം ശാസ്ത്രീയമായി തന്നെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. RDX അതിനെ അഭിവാദ്യം ചെയ്യുന്നു. കണ്ണൂരിൽ നിന്ന് ഇന്ന് ആദ്യമായി സ്കൂളിൽ പോയ 2 കുഞ്ഞുങ്ങളെയാണ് RDXൽ ഇന്ന് അവസാനമായി ഉൾപ്പെടുത്തുന്നത്. പതിവ് രീതിയല്ലാതെ ഇങ്ങനെയൊരു വാർത്താ റിപ്പോർട്ട് RDXൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഭർത്താവിൻ്റെ മരണശേഷം മരിച്ചുപോയ ഭർത്താവിൽ നിന്ന് തന്നെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിച്ചവരാണ് ആ 2 മക്കളും. ഒരമ്മയുടെ അസാധാരണമായ മനോധൈര്യത്തിൻ്റെയും ഒരു ഭാര്യയുടെ അളക്കാനാകാത്ത പ്രണയത്തിൻ്റെയും അടയാളമായ 2 കുരുന്നുകൾ. KV സുധാകരൻ മാഷിൻ്റെയും ഷിൽന സുധാകരൻ്റെയും 1ാം ക്ലാസ്സുകാരായ മക്കൾ നിമയ്ക്കും നിയയ്ക്കുമൊപ്പം എല്ലാ കുരുന്നുകൾക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.